ഹലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് അത്താണല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലും അത്തപ്പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. ഇവിടെയും ഇട്ടിട്ടുണ്ട്, അമ്മയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പായസമാണ്. നമുക്ക് അത്തം തൊട്ട് തിരുവോണം വരെ നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് മധുരത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചിട്ട് പായസമാണ് ഉണ്ടാക്കുന്നത്. സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മിക്സാണ് വാങ്ങിയത്, നമ്മുടെ സേമിയൻ്റെ മിക്സാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും പായസമൊക്കെ. അപ്പോൾ മിക്സ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പാലൊക്കെ തിളപ്പിക്കുക. രണ്ട് പാക്കറ്റ് പാലാണ് വാങ്ങിയത്. 1.5 ലിറ്റർ വേണമെന്നാണ് പറയുന്നത്, പക്ഷെ ബാക്കി നമ്മൾ വെള്ളം ചേർത്തു. അപ്പോൾ അങ്ങനെ പാല് തിളച്ചതിന് ശേഷം നമ്മൾ മിക്സ് ഇട്ട് കൊടുത്തു. മിക്സ് ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിക്കുക. അറിയുന്ന തന്നെ നമ്മൾ മിക്സിയിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാര, ഇത് സേമിയ വറുത്തതാണുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് തിളപ്പിച്ച് വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായി വെന്തതിന് ശേഷം തിളച്ച് നല്ലോണം വേവണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാ സേമിയനെക്കാട്ടും കുറച്ചുകൂടി കനം കുറഞ്ഞ സേമിയാണ് കേട്ടോ അത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് നെയ്യ് നമ്മൾ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടി ഇതാക്കി നന്നായിട്ട് കുറുക്കി എടുക്കുക. കുറച്ച് സമയം കഴിയുന്നതിന് ശേഷം നമുക്ക് പായസം റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് നോക്കി, കൊള്ളായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഞാൻ തന്നെ കുടിക്കാതിരിക്കൊണ്ട് അങ്ങനെ പറയല്ല കേട്ടോ, നന്നായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.